ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഉള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിക്കാറുണ്ടല്ലേ, നല്ല ഭംഗിയും കൂടാണ്. നമ്മളിങ്ങനെ മേടിച്ച് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല തിളക്കവും കൂടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇത് നല്ല വില കൂടുതലുമാണ്. അപ്പോൾ എത്ര രൂപയായാലും തന്നെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മളിത് മേടിക്കാറുണ്ട്. കാര്യം രാത്രി സമയത്തൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയാണല്ലേ. മുടിയിലായാലും മാലയായാലും ക്ലിപ്പായാലും വളയായാലും ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് പഴയതുപോലെ നല്ലതുപോലെ തിളങ്ങി വരാനും നമുക്ക് എങ്ങനെ എളുപ്പത്തിന് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വെട്ടിത്തിളച്ച വെള്ളമല്ല, നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ നമുക്ക് തൊടാൻ കഴിയണം. അത്രയും ചൂട് മതി കേട്ടോ. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. അതിൽ കുറച്ച് ഷാമ്പു ആണ് എടുക്കുന്നത്. ക്ലീനിങ് പ്ലസിൻ്റെ ഷാമ്പു ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം വേറെ ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന ഇതിനകത്തോട്ട് നമ്മൾക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്യേണ്ട ഐറ്റംസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 ക്ലിപ്പും മോളുടെ ഒരു മാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി സമയമൊന്നും നമുക്ക് ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ഒരു 2 സെക്കൻഡ് ആകുമ്പോഴത്തേനും തന്നെ ഞാനിവിടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ബ്രഷ് എടുക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കുന്ന ഭാഗം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ബ്രഷ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോണൊക്കെ ഇളകി പോരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്ത്, അതായത് ഒരുപാട് ബലം കൊടുത്തിട്ടും തേക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതായത് ബേക്കിംഗ് സോഡയും ഷാമ്പു ഒഴിച്ച് വെള്ളത്തിലിടുമ്പോൾ തന്നെ അത് പകുതി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് കുറച്ച് തിളക്കവും കൂടെ കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. കൂടുതലും ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഊരി ബോക്സിലിട്ട് വെക്കാതെ ഒരു തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ച് ഈർപ്പമൊന്നും ഇല്ലാതെ തുടച്ചെടുത്തതിന് ശേഷം ഈർപ്പമൊന്നും ഇല്ലാതെ നമ്മൾ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നിറവും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. നമ്മുടെ ശരീരത്തിലെ വിയർപ്പിൻ്റെ അംശമൊക്കെ തട്ടുമ്പോഴാണ് അതിനകത്ത് ഈ കല്ലിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങി പച്ച കളർ പോലെയൊക്കെ ആയിട്ട് പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടോ, അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നല്ലതുപോലെ കിട്ടി വന്നിട്ടുണ്ട്. ചെറിയ കളർ വ്യത്യാസമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മങ്ങി അതിൽ ഒരുമാതിരി ആകുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവരും അത് പിന്നെ നമ്മളിത് യൂസ് ചെയ്യാറില്ല. അത് എന്ന് വെച്ചാൽ ഇടുമ്പോൾ അതിനെ വലിയ ഭംഗി നമുക്ക് തോന്നിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചിലവരത് യൂസ് ചെയ്യത്തില്ല, അതുപോലെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മേടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല വില കൊടുത്ത് നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിറമൊക്കെ മങ്ങിപ്പോയെന്ന് വെച്ചിട്ട് അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ എളുപ്പത്തിന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, അത് ഞാനിങ്ങനെ 1-2 പ്രാവശ്യം തേച്ചപ്പോൾ തന്നെ അത് നല്ലതുപോലെ അതിൻ്റെ തിളക്കമൊക്കെ പഴയതുപോലെ കിട്ടി. അതിനകത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൽ ഈർപ്പമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ദിവസം നമുക്ക് അതുപോലെ തന്നെ ഇരിക്കും. ചില സമയത്ത് നമ്മൾ തിരക്കിലൊക്കെ ഒരുപാട് ക്ഷീണിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ ഊരിയിട്ട് ക്ലീൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഊരിയിട്ട് നമ്മൾ ബോക്സിലൊക്കെ ഇട്ട് വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പം അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്താണ് പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പം അതിൻ്റെ നിറവും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിലൊരു പച്ച കളറൊക്കെ പിടിച്ചിട്ട് ചെറിയ ഒരു അത്ര ഭംഗി നമുക്ക് തോന്നിക്കാറില്ല.
പക്ഷേ ഇത് മേടിക്കുന്ന സമയത്ത് അതുപോലെ നല്ല വിലയും കൂടിയാണില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ ആ ഒരു നിറം മങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ എളുപ്പത്തിന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിത് നല്ലതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആദ്യം കണ്ടതിലും പിന്നെ അത് വൃത്തിയാക്കി എടുത്തതിന് ശേഷവുമുള്ള ആ ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ അത് ബ്രഷ് കൊണ്ടിട്ട് തേച്ചപ്പോൾ തന്നെ നല്ലതുപോലെ കുറച്ചൊക്കെ നല്ല വൃത്തിയായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് മാറ്റിയിട്ട് വേറെ വെള്ളത്തിൽ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുടച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കൊണ്ട് വെക്കരുത്. ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാറ്റി വെക്കുക. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷവും ഒന്ന് കൊണ്ടുവന്നിട്ട് അന്നേരം തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് അതിൻ്റെ പുതുമയൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതൊന്ന് തുടച്ച് കാണിക്കാം. നനവില്ലാത്തൊരു തുണി വെച്ചിട്ട് തുടച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ തിളക്കം നല്ലതുപോലെ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.